തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് സഹായതുക 3 കോടിയാക്കി ഉയർത്തുമെന്ന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തിരുമാറാടി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മന്ത്രി ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവിന്റെ വെളിച്ചം പരത്തി നാടിന്റെ നട്ടെല്ലായി മാറേണ്ട യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ വിദ്യാലയം തിരുമാറാടിയിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻപന്തിയിലാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസം നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുവാൻ സഹായിക്കുന്നു എന്നത് ഏറെ പ്രശംസനീയമായ കാര്യമാണ്. പുതിയ ഘട്ടം വരുന്നതോടെ കൂടുതൽ മികച്ച സൗകര്യങ്ങളും ആധുനിക പഠന രീതികളും ഇവിടെ നടപ്പിലാക്കുവാൻ സാധിക്കും. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കും. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ സർക്കാർ ഈ മേഖലയിൽ വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. ഓരോ കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതിനായി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനും അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ പുതിയ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ തിരുമാറാടിയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇതൊരു നാഴികക്കല്ലായി മാറും. കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുവാനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവസരം ലഭിക്കും. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകം സ്കൂൾ അധികൃതർ, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സമ്മേളനത്തിൽ അനൂപ് ജേക്കബ് MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ്, ശാരദ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CT ശശി, സിബി ജോർജ്, ലളിത വിജയൻ, കുഞ്ഞുമൻ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM ജോർജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സാജു ജോൺ, അനിത ബേബി, രമ M കൈമൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CV ജോയ്, ആലീസ് ബിനു, KK രാജ്കുമാർ, MC അജി തുടങ്ങിയവർ സംസാരിച്ചു. 3.5 കോടി രൂപയും കൂടി അധികമായി അനുവദിച്ച് ലഭിച്ചാൽ നമുക്ക് കൂടുതൽ സൗകര്യപ്രദമാവുന്ന നിലയിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പൊ ലഭിച്ചിരിക്കുന്ന പ്ലാനിൽ ശുചിമുറിയുടെ അഭാവമുണ്ട്. അദ്ദേഹം മന്ത്രിയോട് ഇപ്പൊ സൂചിപ്പിച്ചു. അപ്പൊ അതുൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കിട്ടേണ്ട ആവശ്യകതയും നിലനിൽക്കുകയാണ്. എന്നാൽ നമുക്ക് ലഭിച്ച തുക അത് ചെറുതായി കാണുന്നില്ല. ആ കിട്ടിയ തുക സമയബന്ധിതമായി നമുക്ക് നടപ്പിലാക്കാൻ ഇനി കഴിയുക എന്നത് ആവശ്യമായ ഒന്നാണ്. അപ്പൊ അതനുസരിച്ച് ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ വേഗതയിലാക്കി ഇതിന്റെ നിർമ്മാണത്തിലേക്ക് കടന്ന് എത്രയും വേഗം പുതിയ കെട്ടിടം നമുക്ക് പൂർത്തിയാക്കി. ഇപ്പൊ 4 ക്ലാസ് മുറിയാണ് ഇതിനകത്ത് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ 4 ക്ലാസ് മുറി നമുക്ക് വേഗതയിൽ തന്നെ പൂർത്തിയാക്കി നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നമുക്ക് നിയോജകമണ്ഡലത്തില് ചോറ്റാനിക്കര, എരുവേലി, പിറവം, മുളന്തുരുത്തി, കുടിക്കമാലി എന്നീ സ്കൂളുകളിലെ വിവിധ കെട്ടിടങ്ങൾ നിർമ്മാണത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ചിലത് പൂർത്തിയായി, ചിലത് ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം മന്ത്രി തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഊരമന സ്കൂള് അതിലേക്ക് വേണ്ടി 1 കോടി രൂപയുടെ അഭ്യർത്ഥന ഗവൺമെന്റിലേക്ക് MLA നിലയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. സൂചിപ്പിച്ചു വന്നത് വിവിധ വിദ്യാലയങ്ങൾ ഇന്ന് നിയോജകമണ്ഡലത്തിൽ നവീകരിക്കപ്പെടുന്നതിന്റെ ഏതാണ്ട് 7ഓളം സ്കൂളുകൾ വിവിധ ഘട്ടങ്ങളിലായി നവീകരിക്കുന്നത് എന്നത് ഏറെ സന്തോഷത്തോടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ഓഡിറ്റോറിയത്തിന് പ്രകൃതിക്ഷോഭത്തിൽ കേടുപാട് സംഭവിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തരമായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം അറ്റകുറ്റപ്പണികൾക്ക് 20 ലക്ഷം രൂപ അത്യാവശ്യമാണ്. 10 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തും PTA യും മന്ത്രിക്കും MLA യ്ക്കും ജില്ലാ പഞ്ചായത്തിനും നിവേദനം നൽകി.